വ്യക്തിപരമായി അങ്ങേക്കുള്ള ഒരു ഏതെങ്കിലും ഒരു അനുഭവം, മറക്കാനാവാത്തൊരു അനുഭവം? മറക്കാനാകാത്ത അനുഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ പാപ്പ തന്നെ താമസിക്കുന്ന ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഒരു വലിയ സിനഡ് സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ, സാധാരണഗതിയിൽ പാപ്പമാർ വാഹനത്തിലാണ് സിനഡ് ഹാളിലേക്ക് വരുന്നത്. ഈ പാപ്പ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഞാൻ അത് ശ്രദ്ധിക്കാതെ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് യുവർ എമിനൻസ്, അങ്ങനെയാണ് കർദിനാൾമാരെ വിളിക്കുന്നത്, എന്ന രീതിയിൽ വിളിച്ചു. ഞാൻ അവിടെ പെട്ടെന്ന് അത് മനസ്സിലാക്കിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് സിനഡ് ഹാളിലേക്ക് കയറിയത് ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെയുള്ള സാധാരണ ആയിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും കാരുണ്യത്തിൻ്റെ അടയാളങ്ങളും നമുക്ക് ഈ പാപ്പായുടെ ജീവിതത്തിൽ ധാരാളം കാണാമെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത. അതുപോലെ തന്നെ അദ്ദേഹം ലോകമെമ്പാടുമുള്ള സഭകളുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരെ, ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ നമുക്ക് CBCI, CCBI, സുറ മലബാർ സഭാ സിനഡ്, മലങ്കര കത്തോലിക്ക സിനഡ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള നേതൃത്വത്തിലിരിക്കുന്നവരെ കാണുമ്പോൾ അവരോട് ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള സഭകളുടേതായിട്ടുള്ള ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് പോലെയാണ് എനിക്ക് തോന്നുക. സുറ മലബാർ സഭയുടേതായിട്ടുള്ള എല്ലാ വക സംഭവങ്ങളിലും അദ്ദേഹം ഒരു സന്തത സഹചാരിയായിരുന്നു. നാം ഈ ഭാരതത്തിലുള്ള ഒരാളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം ആ സംഭവങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച്, സഭയുടെ സിനഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം അദ്ദേഹം നേരിട്ട് സംസാരിക്കുമായിരുന്നു. എത്രമാത്രം കാരുണ്യവും സ്നേഹവും ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാലും അദ്ദേഹം സഭയിലെ അച്ചടക്കത്തിന്, ഡിസിപ്ലിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. അനുസരണം ക്രൈസ്തവരുടെ മുഖമുദ്രയാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് ഈശോസഭ വൈദികർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമാണ് വിധേയത്വം, അനുസരണം. അത് പാപ്പ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കുമായിരുന്നു. അങ്ങനെ അതിനാൽ തന്നെ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കുന്നതിൽ, അത് സഭയുടെ കാനൂൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുന്നതിന് പാപ്പ അമാന്തം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കാരുണ്യമല്ലേ എന്ന് കണ്ട് പെട്ടെന്നെല്ലാം ക്ഷമിച്ചു വിടുന്ന ഒരു രീതിയല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സത്യത്തിനും നീതിക്കും നിരക്കുന്ന ക്ഷമയാണ് ഫ്രാൻസിസ് പാപ്പായുടെ ക്ഷമയും ദയയും കാരുണ്യവും. എങ്കിലും കൂടുതലായിട്ട് സാധാരണ ആളുകൾ, പാവപ്പെട്ടവര്, അശരണര് ഒന്നും തെറ്റുകൾ ചെയ്യുന്നവരല്ലല്ലോ. അതുകൊണ്ട് അവരോട് ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു സ്നേഹം പാപ്പായുടെ മനസ്സിലുണ്ടായി. താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും വന്നതിനും ഈ ഒരു കാര്യത്തിൽ എടുക്കുന്ന ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ റോമിലേക്ക് പോകും. കാരണം ഈ സഭയുടെ പരമാധികാരിയായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ, പ്രത്യേകിച്ച് ഈ പാപ്പ മരിക്കുമ്പോൾ കർദിനാളന്മാരെല്ലാവരും സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകും. അടുത്ത പാപ്പായെ തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ വോട്ടവകാശം തീർന്നു എന്ന് വരികിലും മൃതദേഹ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനിപ്പോൾ എപ്പോഴേക്കാണ്, മിക്കവാറും ഒരു ഏതാനും ദിവസങ്ങൾ, ഒരാഴ്ചയോളമെങ്കിലും ദുഃഖാചരണമായിരിക്കാം. അത് കഴിഞ്ഞായിരിക്കാം മൃതദേഹ സംസ്കാരം. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. റോമിൽ നിന്ന് നിർദ്ദേശങ്ങളൊന്നും എത്തിയിട്ടില്ല. ഞാൻ തീർച്ചയായിട്ടും പോയി സംബന്ധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചത്. അദ്ദേഹത്തോടൊപ്പമുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ അടക്കം അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു. ശ്രീ ഫിലിപ്പ് കവിയിൽ തുടരുന്നുണ്ട്. ടോം കുര്യാക്കോസുമുണ്ട്. ഫിലിപ്പ് കവിയിൽ, സിരകളിൽ ഈ കാൽപന്ത്, നമുക്കറിയാം ജനകീയനായ പാപ്പ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം ഫുട്ബോൾ എന്ന കലാരൂപത്തെ അദ്ദേഹം മനസ്സാവരിച്ചിരുന്നു, എന്ന കായിക രൂപത്തെ മനസ്സാവരിച്ചിരുന്നു. സാൻ ലോറൻസ് ക്ലബിലെ അംഗത്വമുള്ള ആരാധകൻ. വിജയങ്ങളിൽ അദ്ദേഹം സങ്കടപ്പെട്ടിരുന്നു, വിജയങ്ങളിൽ അദ്ദേഹം വല്ലാതെ ആഹ്ലാദിച്ചിരുന്നു, പരാജയങ്ങൾ ദുഃഖിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം എന്നതും പ്രധാനമാണ്. അതെ, ഈ മാർപ്പാപ്പയെ നമുക്ക് പരിചയപ്പെട്ടാൽ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കാത്ത വിധത്തില് അതീവ മനുഷ്യ സ്നേഹിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം
എല്ലാവരിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്ക് ഏറ്റവും താഴ്ന്നിറങ്ങാൻ സാധിക്കുന്ന ഒരു മാർപ്പാപ്പയാണ്. കാരുണ്യത്തോടെ കുട്ടികളോട് ഇടപെട്ടു, വലിയ കാരുണ്യത്തോടെ സ്ത്രീകളോടും വൃദ്ധരായവരോടും ഇടപെട്ടു. സമൂഹത്തിലെ എല്ലാ തലത്തിലും ഉള്ള ആളുകളോട് കൃത്യമായ ബന്ധം സൂക്ഷിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. പ്രോട്ടോകോളുകളുടെ, അകലങ്ങളുടെ മനുഷ്യനായിരുന്നില്ല അദ്ദേഹം മനുഷ്യ സ്നേഹിയായിരുന്നു, മനുഷ്യർക്ക് സമീപസ്ഥനായി. അതാണ് അദ്ദേഹത്തെ വ്യതിരിക്തനായി. ഞാൻ ഓർക്കുമ്പോൾ ഒരു കമ്പാരിസൺ സാധിക്കില്ല. എന്നെങ്കിൽ പോലും നമ്മുടെ മൺമറഞ്ഞു പോയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകത, അദ്ദേഹം ആര് ചെന്നാലും ഏത് പാർട്ടിയിലുള്ള ആളും, ഭരണപക്ഷത്തുള്ളവരാണേലും പ്രതിപക്ഷത്തുള്ളവരാണേലും അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും സാധിക്കുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കൊക്കെ പ്രിയങ്കരനായത്. എന്നാൽ അതിനൊക്കെ അതുപോലെ തന്നെ എത്രയോ 10 മടങ്ങ് വലിയ സ്ഥാനത്തിരുന്ന ആളാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലോകം മുഴുവൻ നോക്കുന്ന, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക ശക്തിയും ധാർമ്മികമായ നിലപാടുകളുടെ ഉടയവനുമായ ഈ മാർപ്പാപ്പ എന്ത് ലാളിത്യത്തോടെയാണ് മറ്റുള്ളവരോട് ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ പബ്ലിക് ഓഡിയൻസിന്റെ സമയത്ത് പലപ്പോഴും കുട്ടികൾ അങ്ങോട്ട് ഓടിക്കയറുമ്പോൾ പടയാളികൾ തടഞ്ഞാലും അവരുടെ അത് മാറ്റി നിർത്തി ആ കുഞ്ഞുങ്ങളെ അടുത്ത് വരാൻ അനുവദിച്ചിരുന്നു. അദ്ദേഹം പ്രസംഗം പറയുന്ന സമയത്ത് ഒരു കൊച്ചു ആൺകുട്ടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും ആ കുഞ്ഞിന്റെ തലയിലെ കൈകൾ വെച്ച് ആശീർവദിച്ച് ആ കുഞ്ഞിനെ മാറ്റി നിർത്താതെ തന്നെ തന്റെ പ്രസംഗം തുടരുന്നതൊക്കെ ലോകം എത്രയോ കൗതുകത്തോടെയാണ് കണ്ടത്. മനുഷ്യ സ്നേഹിയായിരുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മനുഷ്യരെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് സത്യത്തിലുള്ള മൂല്യം. സ്നേഹം എന്ന മൂല്യം അതാണ്. ക്രൈസ്തവ മൂല്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്നേഹമാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്വന്തം ജീവിതം തന്നെ ബലികഴിക്കുവാൻ തയ്യാറായി മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പകുത്തു നൽകിയവനാണ് യേശുക്രിസ്തു. ആ സ്നേഹമാണ് ക്രൈസ്തവ സ്നേഹം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആൾരൂപമായിരുന്നു മൺമറഞ്ഞു പോയ പരിശുദ്ധ പിതാവ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അദ്ദേഹവുമായി അടുത്തറിഞ്ഞവർക്ക്, അദ്ദേഹത്തെ മനസ്സിലാക്കിയവർക്കൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട്. നമുക്കറിയാം, ഈ ആഫ്റ്റർ ദ ഫ്യൂണറൽ ഒരു കോൺക്ലേവ് 3-4 ദിവസത്തിനോളം ഉള്ളിലുണ്ടാകുമെന്നുള്ളതാണ്. അതിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും. ഇന്ത്യയിൽ നിന്ന് പ്രധാനമായും വോട്ടവകാശമുള്ളത് കർദിനാൾ ക്ലെമിസ് ബാവ, കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് എന്നിവർക്കും, ഒപ്പം ഹൈദരാബാദ് ആർച്ച് ബിഷപ്പിന്, ഗോവ ആർച്ച് ബിഷപ്പ് എന്നിവർക്കടക്കം വോട്ടവകാശമുണ്ടാകും. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, കർദിനാൾ ക്ലെമിസ് വത്തിക്കാനിലേക്ക് നാളെ പോകുമെന്നാണ് മനസ്സിലാകുന്നത്. മറ്റ് 4 കർദിനാൾമാർ ഇതിനടക്കം ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?